ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 28ാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. ഇവിടെ അമീറാണ്. നമുക്ക് തുടങ്ങാം. അതെ, ലാലേട്ടൻ വരുന്ന രണ്ടാമത്തെ ദിവസമാണല്ലേ? രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഞായറാഴ്ച. ഇന്ന് എനിക്കൊന്ന് ലാലേട്ടൻ എന്നത്തെ പോലെ കളറായിട്ട് നല്ല പവറായിട്ട് കളറായിട്ടൊക്കെ വന്നു. അതെ, വലിയ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിലുള്ള റോസ്റ്റിംഗ് ഒന്നും നടന്നില്ല. അല്ലെങ്കിൽ റോസ്റ്റിംഗ് നടന്നു, പക്ഷെ പാളിപ്പോയ ഒരു റോസ്റ്റിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഇന്നലെ ഒരു ബിൽഡപ്പ് ഒക്കെ കണ്ടപ്പോ വിചാരിച്ച് ഇന്ന് എടുത്തിട്ട് വറക്കുമെന്ന്, പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. അതെ, നമുക്ക് എന്തായാലും അതിലോട്ട് പോവാം. അപ്പോ പൊതുവിൽ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പവർ ടീമിന്റെ പവർ എങ്ങനെയാണ് യൂസ് ചെയ്തത് എന്നൊരു രീതിയിൽ പൊതുവെ ചോദിച്ചായിരുന്നു അല്ലേ കണ്ടസ്റ്റന്റ്സിന്റെ ഇടയിൽ. പവർ ടീമിന്റെ അഭിപ്രായം അത് എല്ലാ ആഴ്ചയും ചോദിക്കുന്ന പോലെ ചോദിച്ചതാണ്. അപ്പം എല്ലാവരും ഒരു തണുപ്പ്, എന്താ പറയാ, കുറെ പേർക്ക് ഇഷ്ടമായി. അതെ, അത് ഈ അർജുൻ ഇവരും കൂടെ വന്ന സമയത്ത് ഇവരത് ഓക്കെ ആയെന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷെ ജിൻഡോട് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അത് പവർ ടീമിനെ തന്നെ നമ്മളെ തന്നെ ശിക്ഷിക്കുന്ന രീതിയിലാണ് ഇവര്, അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് പവർ ടീമിനെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ അവിടെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ എന്റർടൈൻ ചെയ്യിക്കാനൊക്കെ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം പവർ ടീമിന്റെ അഭിപ്രായം കൊരങ്ങണ്ടയിൽ പൂമാല കിട്ടിയ പോലെയാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് ലാലേട്ടൻ അവർ അറിയിക്കുന്നുണ്ട്. അതെ അതെ അതെ. പിന്നെ ജിൻഡോ പറയുന്ന പോലെ, ജിൻഡോ പറഞ്ഞൊരു കാര്യം നേരത്തെ നീ പറഞ്ഞ എന്നെ കൂട്ടിച്ചേർക്കാൻ, ജാൻമണിയുടെ ചായ വിഷയവും അതുപോലെ തന്നെ ഗബ്രിയുടെ ഈ പറയുന്ന പവർ ടീമിന്റെ ബെല്ലടിച്ചതിനെ പറ്റിയൊക്കെ പറഞ്ഞ്, എന്ന് വെച്ചാൽ ശിക്ഷ കൊടുക്കുന്നതിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷാഭേദത്തെ പറ്റി പറയുന്നുണ്ട്. പൊതുവിൽ പറഞ്ഞ ഒരു ഇതായിരുന്നു. അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട ഒരു ടാസ്ക് എന്നോ അല്ലെങ്കിൽ ഒരു വറുത്ത് കോരലെന്നോ അല്ലെങ്കിൽ ഒരു റോസ്റ്റിംഗ് എന്നോ എന്തും പറയാമെന്ന ഒരു ഇതാന്ന് വെച്ചാൽ ഒരു ക്യാപ്റ്റന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഹോട്ട് സീറ്റ് അറേഞ്ച് ചെയ്തു അല്ലേ? അത് ശരിക്കും ഹോട്ട് സീറ്റ് ഒക്കെ വെച്ചപ്പോ വിചാരിച്ച അവിടെ നിർത്തി പൊരിക്കാൻ പോകുമായിരിക്കും. അതെ, പക്ഷെ അത് നല്ല ബിൽഡപ്പിൽ വന്നതായിരുന്നു കേട്ടോ ഒരു ലെവൽ വരെ. എടാ, ഒരു കാര്യം, അത് കറക്റ്റ് പറയണമെങ്കിൽ ഒരു പ്രഹസനമായിരുന്നല്ലേ സത്യത്തില്. സത്യം, നമ്മുടെ ചാനലിന്റെ പേര് പോലെ ആയത്. അതെ, എന്തായാലും ഒരു വലിയൊരു പ്രഹസനമായി പോയി. പിന്നീട് നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചാല്, ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന ക്യാപ്റ്റനെ ചോദ്യങ്ങൾ ചോദിക്കാം കണ്ടസ്റ്റൻസിന്. അതെ, നമ്മുടെ ജാൻമണി. ഇനി ജാൻമണി എന്നൊക്കെ പേര് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പോലും ശാപം കിട്ടാനുള്ള സാധ്യതയുള്ള പേരാണ് അല്ലെ? പേടിച്ചിട്ടാണ്. അപ്പൊ അതാണ്. അപ്പോ പിന്നീട് ജാസ്മിൻ ആണ് ആദ്യം വന്നത്. ജാസ്മിൻ ചോദിച്ച കാര്യം എന്ന് വെച്ചാല്, പുള്ളിക്കാരി എന്ന് വെച്ചാല് ജാസ്മിൻ നമ്മുടെ ജാൻമണിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് ദുഃഖം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കില്ല എന്ന് പറഞ്ഞത് ശരിയാണോ എന്നൊരു രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ലാഘവത്തോടു കൂടി പുള്ളിക്കാരി അത് എന്താ പറയാ, ഒരു പുച്ഛത്തോടു കൂടി അവജ്ഞയോടുകൂടി ഇങ്ങനെ പുച്ഛിച്ച് തള്ളുകയാണല്ലേ കണ്ടത്. അത് ശരിക്കും അത് ഞാൻ ആഡ് ചെയ്യാം. അതായത് ജാസ്മിൻ എണീച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടൻ ചോദിക്കുകയാണ്, പുതിയ ക്യാപ്റ്റൻ ആണല്ലോ. അപ്പൊ ജാസ്മിന് പഴയ ക്യാപ്റ്റനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കുന്നതാണ്. അപ്പൊ ഈ ഭക്ഷണം കഴിക്കാതെ മാറി നിന്ന് നിരാഹാരം കിടന്നതും ഇതൊക്കെ ശരിയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. അപ്പൊ ജാൻമണി ഒരു സ്ഥിരം ശൈലിയിലുള്ള, അതായത് എനിക്ക് മീതെ ഞാൻ മാത്രം, നമ്പർ എന്റെ കാലിന്റെ അടിയിൽ, അതാണ് അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതെ അതെ. പിന്നെ അതിനുശേഷം ചോദിക്കുന്നുണ്ട്, പെൺകുട്ടി നശിച്ചു പോകുമോ എന്ന് പറഞ്ഞതും ശരിയാണോ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. സ്റ്റൈലിൽ തന്നെ മറുപടി, അതായത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ശാപിച്ചിട്ടില്ല, ഞാൻ ഹർട്ടായി ഞാൻ പറഞ്ഞു, ഞാൻ ശപിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം ശ്രീരേഖ അടുത്താണ് ചോദിക്കുന്നത്. ശ്രീരേഖയും വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. കാര്യം പലപ്പോഴായിട്ട് ശപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചീപ്പ് എക്കണോമിക് ക്ലാസ് എന്ന് മറ്റുള്ളവരെ വിളിച്ചതും ശരിയാണോ എന്നൊരു രീതി ചോദിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി അവളുടെ ജീവിതം നശിപ്പിക്കും, എല്ലാം ഞാൻ നശിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, അവളുടെ ജീവിതം നശിപ്പിക്കും എന്ന് പറഞ്ഞതും ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊരു മട്ടിലാണ് ജാൻമണി പറഞ്ഞു പോകുന്നത്. പിന്നീട് നോറ ചോദിക്കുന്നുണ്ട്, തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞത്, നമ്മളെ എല്ലാം തേർഡ് ക്ലാസ് എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തത് ശരിയാണോ എന്നൊരു രീതി ചോദിക്കുന്നുണ്ട്. അതിനും കൃത്യമായിട്ടുള്ള മറുപടി ജാൻമണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. പിന്നീട് അർജുൻ പറയുന്നതാണ്, ഭീഷണിപ്പെടുത്തുന്നത് പലപ്പോഴായിട്ട് ഭീഷണിപ്പെടുത്തുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ ജാൻമണി ശപിക്കുന്ന സമയത്ത് സൈഡിൽ അർജുൻ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് കേട്ടതായിരിക്കാം. അതെ, പിന്നെ അത് മാത്രമല്ല, എന്താ പറയുന്നത്, നമ്മുടെ സ്ഥിരമായിട്ട് ഇപ്പൊ ജാൻമണീനെ പൊക്കിക്കൊണ്ടുപോകുന്ന പരിപാടി ചെയ്യുന്നത് അർജുനാണല്ലോ. ബോധം കെട്ട് വീഴുന്നു, ശപിക്കുന്നു, ബോധം കെട്ട് വീഴുന്നു, എടുത്തോണ്ട് പോകുന്നു. ഒന്നാമത് കൈവയ്യാത്ത ചെറുക്കനാണ്, അവന് വേറെ ആവശ്യമില്ല. ഇതുപോലെ ഈ ഡ്രാമ കളിക്കുന്നതിനൊക്കെ എന്തിനാണ് അത് പൊക്കിയിട്ടുണ്ടോ? അപ്പൊ ലാലേട്ടൻ ചോദിക്കുമ്പോ പറയുന്നുണ്ട്, എനിക്ക് ജെനുവിനായിട്ട് തോന്നിയില്ല, ചിരിച്ചപ്പോ ചോദിച്ചപ്പോ
അതെ 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 ബോധം കെട്ടത് പോലും ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്നാണ് അർജുൻ പറയുന്നത് ജാൻമണിയുടെ. അതെ. ഇതിനെല്ലാം മറുപടിയായിട്ട് പറയുന്നത് ജാൻമണി കുറ്റം സമ്മതിക്കുന്നില്ല. അപ്പൊ ലാലേട്ടൻ പറയുന്നു കുറച്ച് ശാപ വീഡിയോസ് കാണാം അല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പഴയ അങ്ങനെ അതിന് മുമ്പായിട്ട് ലാലേട്ടൻ ചോദിക്കുകയാണ്, ഉം, ജാൻമണി അങ്ങനെ ആരെയും ശപിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ ഹൈറ്റായി ഞാൻ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ശപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജാൻമണിയുടെ കുറച്ച് ശാപാക്കൾ കാണാന്ന് പറഞ്ഞിട്ട് അതെ കാണിക്കുന്നില്ല, എല്ലാം ഞാൻ നശിപ്പിക്കും അതെ എന്നൊക്കെ പറയുന്നത്. ശാപവാക്ക് സൗണ്ട് പോനം ആ എന്നൊക്കെ പറഞ്ഞ് പ്രസ് മീറ്റിന്റെ പ്രസ് മീറ്റിന്റെ കാര്യം നോറേനൊക്കെ അങ്ങ് അതെ നോറഞ്ഞ് മണ്ണിന്റെ അടിയിലോട്ട് പോയാൽ മതി എന്നുള്ള ചിന്തയിലുള്ള അതിൽ സംബന്ധിച്ചല്ലേ നമ്മളിങ്ങനെ പഴയ അമ്മച്ചിമാര് മറ്റേ നെഞ്ചത്തടിച്ച് കരയില്ലേ, ആ ഒരു മട്ടില ഇവരിങ്ങനെ കിടന്ന് ഈ നെഞ്ച് 4-5 തവണ ഇടിച്ചിട്ട് നീ ഇങ്ങനെ പുഴുത്ത് ചാവൂടി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു അടിച്ചങ്ങ് ഇരുത്തുകയാണ് എന്നുവെച്ചാ തകർക്കുക, സംഹാരമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, പിന്നീട് കാലിന്റെ അടിയിൽ വലിച്ചു കയറണം എന്ന് വെച്ചാൽ കാലിന്റെ അടിയിൽ കൊണ്ടുവരും എന്നൊരു രീതി ചവിട്ടി ഞാൻ മെതിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, പിന്നീട് ശാപങ്ങളും. പിന്നെ 2006 മുതൽ പുള്ളിക്കാരി എക്കണോമിക് ക്ലാസ്സിലാണ് കയറുന്നത്. ബിസിനസ് ക്ലാസ്സിൽ സോറി എക്കണോമിക് ക്ലാസ് മാനനഷ്ട കേസ് കൊടുക്കും. അതെ മാനനഷ്ടമല്ല, ശപിച്ച് ഭസ്മമായി കളയും. അതെ, ബിസിനസ് ക്ലാസ്സിലാണ് കയറുന്നത്. പിന്നെ ദിസ് ഇസ് ജാൻമണി ദാസ് എന്നൊരു രീതിയിലൊക്കെ പറയുന്നുണ്ട് അല്ലെ. നിങ്ങളൊക്കെ തട്ടുകട നടത്തുന്ന നിങ്ങളിപ്പോ ആൾക്കാരല്ല. ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. എന്റെ ക്ലാസ്സിന് താഴെയുള്ളവർ എന്റെ അടുത്ത് സംസാരിക്കണ്ട എന്നാണ് പറയുന്നത്. അതെ, ആ കാര്യം പറഞ്ഞതോടുകൂടി ആ വീഡിയോ അവസാനിപ്പിക്കുന്നു. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ പറയുന്നുണ്ട്. അതെ അതെ, അതായത് ഇത് വീഡിയോ കണ്ടപ്പോ എന്തോ അഭിമാനം തോന്നിയോ? ഇല്ല ലാലേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെ, അപ്പൊ പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് എല്ലാവരും തുല്യം തന്നെയാണ്. ഇവിടെ ജാൻമണി ദാസിന് പ്രത്യേക ക്ലാസ്സോ പരിഗണനയോ അല്ലെങ്കിൽ പ്രത്യേക പദവിയോ ഒന്നും കൊടുക്കാൻ, അത് ജാൻമണി ദാസ് മാത്രമല്ല ആർക്കും പ്രത്യേകിച്ച് ഒരു ക്ലാസ്സും ഇല്ല. ഈ പറയുന്ന ലാലേട്ടൻ പോലും സ്വയം പറയുകയാണ് എനിക്ക് പോലും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതില്ല, എല്ലാവരും തുല്യരാണ് എന്നൊരു രീതിക്കാണ് ലാലേട്ടൻ ഉൾപ്പെടെ പറയുന്നത് അല്ലേ. നമ്മള് മറ്റുള്ളവരെ കെയർ ചെയ്താൽ മാത്രമേ അവിടെ ഒരു വില ഉണ്ടാവുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. എടാ, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം പറഞ്ഞു ലാലേട്ടൻ, ഇതെല്ലാം പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടാണ് കേട്ടോ പറയുന്നത്. കാര്യം കഴിഞ്ഞ ദിവസം പേടിച്ചിട്ടായിരിക്കും. ലാലേട്ടൻ തന്നെ ഒന്നാമതെ കഷ്ടകാലമാണ്. അതെ, പുറത്ത് പടം ഇറങ്ങുമ്പോഴെല്ലാം മിക്കവാറും പുള്ളി ഏറി പോകുന്ന ഒരു അവസ്ഥയുണ്ട് ചില സമയത്തൊക്കെ. അതെ, നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് പോലും ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ സിനിമ പോലും പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തു, പക്ഷെ സിനിമ വിജയിച്ചില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ഞാൻ ജാൻമണിയുടെ ശാപം കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ജാൻമണി ശപിച്ചിട്ടാണോ ആ ഗ്യാസ് അവിടെ തുറന്നു കിടന്നതെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ആരും കാണാതിരുന്നത്, ജാസ്മിൻ തുറന്നിട്ടെങ്കിൽ ആരും കണ്ണിൽ കാണാതിരിക്കാൻ വേണ്ടി ജാസ്മിൻ ശപിച്ചതാണോ എന്ന് എനിക്കിപ്പോ സംശയം, സോറി ജാൻമണി ശപിച്ചതാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. അതെ, ഇതിനുശേഷം ലാലേട്ടൻ ലൈറ്റ് ആയിട്ട് ഈ അഭിമാനത്തെ പറ്റിയും എല്ലാവരും തുല്യരാണ്, സെയിം ക്ലാസ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷവും ഈ പറഞ്ഞ ജാൻമണി വളരെ ലൈറ്റ് ആയിട്ട് പറയാണ്, പറഞ്ഞതിൽ വിഷമമൊന്നുമില്ല, ദേഷ്യം വരുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അല്ലെങ്കിൽ പറയുന്നതാണ് എന്നൊരു രീതിക്ക് പറയുന്നു. അതിനുശേഷം ലാലേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. എന്താണ്, ജാൻമണി ഇങ്ങനെ പറയുമെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിക്കുമെന്നല്ലേ, എന്ന് വെച്ചാല് ഇതിനൊരു ജാൻമണി കൺട്രോൾ ചെയ്യില്ലേ നമ്മുടെ കൺട്രോൾ പോകും എന്നൊരു മട്ടിൽ പറഞ്ഞ് ലാലേട്ടൻ ഉള്ളിലേക്ക് പോകുന്നല്ലേ, അത്രയും പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ലാലേട്ടൻ ശരിക്കും അവിടെ. ഇതിനിടയ്ക്ക് തന്നെ മറ്റൊരു കാര്യം നടന്നല്ലോ. ഇതിനിടയ്ക്കാണോ നമ്മുടെ നോറ ചോദിക്കുന്നത്? അല്ല, ഈ കഴിഞ്ഞ ലാലേട്ടൻ ഏകദേശം പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് ബ്രേക്കിന് പോകുന്നതിന് തൊട്ട് മുമ്പ് നോറ അവിടെ കൈ പൊക്കുന്നു. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു, നോറ എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ സൗണ്ട് താന്നു പോകുന്നാണോ ഈ പറഞ്ഞത്? എന്റെ നാക്ക് തൊണ്ട പോകുന്നാണോ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പൊ ലാലേട്ടൻ ഒന്നും മിണ്ടുന്നില്ല. അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അല്ല മോളെ നിന്നെ അല്ലെന്ന് പറയുന്നത്. പക്ഷെ ലാലേട്ടൻ ബ്രേക്കിന് പോയതിനു ശേഷം അൻസിബ അവിടെ നടന്ന് ഓടിപ്പോയി ചോദിക്കുന്നുണ്ട് നമ്മുടെ നോറ. അപ്പൊ അൻസിബ പറയുന്നത് നിന്നെ തന്നെയാണ്, എനിക്ക് അവിടെ വെച്ച് പറയാൻ തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുന്നു. പിന്നെ അതിനുശേഷം ഈ പറയുന്ന ലാലേട്ടൻ തിരികെ വരുന്നതിന് മുന്നേ അർജുന്റെ തോളത്ത് തട്ടിയിട്ട് നല്ലതായിട്ടുണ്ട് മോനെ, എന്നുവെച്ചാ ഒരു വെരി ഗുഡ് അർജുൻ, വെരി ഗുഡ്, വെരി ഗുഡ്, നീ തീർന്നറാന്ന്. അടുത്ത പണി വരുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പിന്നീട് വരുന്നതാണ്, കണ്ടസ്റ്റൻസിനെ കാണാൻ വരുന്നു. അതിനുശേഷം ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂസിനെ പറ്റിയുള്ള ഒരു സംസാരമായിരുന്നു പിന്നീട് നടന്നത്. അത് പ്രധാനമായിട്ട് ഋഷി, ശരണ്യ, അതുപോലെ തന്നെ അർജുൻ, ഇവരുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്ന ശരണ്യ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. കാര്യം നമുക്കത് ജെനുവിനായിട്ട് തോന്നി ശരണ്യ പറഞ്ഞു, പക്ഷെ ഋഷി എന്താ ഒന്നിനൊരു വാല്യൂ കൊടുക്കാതെ സംസാരിക്കുമ്പോൾ തോന്നി. അതെ അതെ അതെ, തീർച്ചയായും അത് തന്നെയാണ് എനിക്കും തോന്നിയത്. പിന്നെ ആരെയൊക്കെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ കാണുന്നത് എന്നൊരു രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ നോറ പറയുന്നുണ്ട്
എന്താണ് പറയുന്ന റസ്മിനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ കൂടി ഈ പറയുന്ന ഒരു എന്താ പറയാ എന്തൊരു ഇവിടെ ഉള്ള ആരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഹായ് ബൈ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരായിട്ട് മാത്രമാണ്. എന്നുവെച്ചാൽ ശരിയാവുള്ളൂ. പുറത്ത് പുള്ളിക്കാരിക്ക് ശരിക്കും ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അവരുടെ അതിന്റെ വാല്യൂ ഒക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് പറയുന്നുണ്ട്. അതെ അതെ, പുറത്തുള്ളവർ അത്രയും കട്ട ഫ്രണ്ട്സ് ആണ് എന്നൊരു രീതിയിലാണ് പറയുന്നത്. അതിനുശേഷം ജിൻഡോ അടുത്ത് ചോദിക്കുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട് ആരെ അടുപ്പിക്കാൻ കൊള്ളത്തില്ല, എല്ലാരും കുതുകാല് വെട്ടും കാല് വെട്ടും എന്നല്ലേ, കുതുകാല് വെട്ടും എന്നല്ലേ. ഇവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഇവരാരും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഫ്രണ്ട്ഷിപ്പ് ആവാത്തതാണ് നല്ലതെന്നാണ്, ഗെയിം കളിക്കാൻ അതാണ് നല്ലതെന്നാണ് ജിൻഡോ പറയുന്നത്. അതെ. പിന്നീട് ജാസ്മിൻ പറയുന്ന സ്ഥിരം ക്ലീഷേ, ഗബ്രിയാണ്, അവന് ഈഗോ ഇല്ല. നമുക്കറിയാലോ എന്താ വായിന്ന് വരാൻ പോകുന്നത്. അതെ. പിന്നെന്താണ്, പിന്നെ അതിനിടയ്ക്ക് പിന്നെ പുള്ളിക്കാരി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ട്. ഇതൊരു ഗെയിമാണ്, ഇതിന് പുറത്തും മറ്റൊരു ലോകമുണ്ട് എന്ന് ജാസ്മിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വന്തം കാര്യം നോക്കാതെയാണ് പുള്ളിക്കാരി ഈ ഒരു ഡയലോഗ് അടിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ കാണിക്കുന്ന അത് കേട്ടപ്പോ രോമകൂപങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് 2 സല്യൂട്ട് അടിച്ചായിരുന്നു. കാര്യം വെച്ചാൽ പുള്ളിക്കാരി ഇവിടെ കാണിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് പുറത്തെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത. അപ്പോ ഞാൻ ഡയലോഗ് അതുപോലെ പറയാം. എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ പറയാണ് ഫ്രണ്ട്ഷിപ്പും എല്ലാം നല്ലത് തന്നെയാണ്, പക്ഷെ ഇതിന് പുറത്തൊരു ലോകമുണ്ട്, ആ കാര്യം കൂടെ ചിന്തിച്ചിട്ട് വേണം. ഇത് പറയാനുള്ള ഒരു എന്താ പറയാ വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്നൊക്കെ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു ലവ് ആണോ മറ്റു ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് അവക്ക് തന്നെ മനസ്സിലാവുന്നില്ലെന്ന് അവള് പറയുന്നു. കാണണോ എന്ന് ചോദിക്കുന്നു. കെട്ടിപ്പിടി കടി ഇതല്ലാതെ യാതൊരു പരിപാടി ഇല്ല. നമ്മളൊക്കെ ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ കാണുന്നതാണ്, ഇതുപോലെ 2 ഫ്രണ്ട്സിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഒരൊറ്റ കാര്യം, മുത്തം കൊടുത്താ പ്രശ്നമുണ്ടോ? നെറ്റിയിലാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. അതെ. അതിനുശേഷം ശ്രീരേഖ എടുത്ത് ചോദിക്കുന്നു. ശ്രീരേഖയും പറയുന്നത് ഫ്രണ്ട്സ് ഒന്നും വലിയ ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആരുമായിട്ടും ഇല്ല എന്നൊരു രീതി പറയുന്നുണ്ട്. അതിനുശേഷം ഈ ദിവസം നല്ലതാണ്, ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്ന് പറയുന്ന ഒരു എന്താണ് ഒരു അഡ്വാൻറ്റേജ് അല്ല എന്നൊക്കെ ലാലേട്ടൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. കാര്യം പുള്ളിക്കാരി ഒരു സൈക്കോളജിസ്റ്റ് ആണ് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ. കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അപ്സര ഇതുപോലെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ലാലേട്ടൻ അവിടെ ഒരു ചെറിയൊരു അനുമോദനം കൊടുക്കുന്നുണ്ട്. അതായത് പുറത്ത് നെക്സ്റ്റ് ടീമിന് നല്ലൊരു സപ്പോർട്ടുണ്ട്. അതായത് അപ്സര ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞതിന് ശേഷം അവർ പറയുന്നതാണ് നെക്സ്റ്റ് ടീം നല്ലതാണ്, നിങ്ങൾ അതായത് ശ്രീതു, അപ്സര, നോറ, നമ്മുടെ ശരണ്യ, ഈ ടീമിനെ പറ്റി പുറത്ത് നല്ലൊരു അഭിപ്രായമാണ്, നിങ്ങൾ നല്ല രീതിയിലാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി നല്ലൊരു പോസിറ്റീവ് ആണ്. അപ്പൊ അതിനുശേഷം അവരെല്ലാരും കൈകോർത്തൊക്കെയാണ് പിന്നെ ഇരിക്കുന്നത് കാണിക്കുന്നത്. അപ്പം ഇതിന്റെ ഇടയിൽ അവിടെ നടക്കാത്തൊരു കാര്യം ഞാൻ പറയുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാല് ബിഗ് ബോസ് ഇതിന്റെ ഇടയ്ക്ക് സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ 4 പേരും ഓരോ ഷർട്ട് തുന്നി വെച്ചോ, നിങ്ങൾക്കുള്ള പണി പുറകേന്ന് വരുന്നുണ്ടെന്നേ. അടുത്ത ജാസ്മിൻ അല്ലേ ഇനി ടീമുകൾ പിരിക്കുന്നത്, എന്തായാലും ഇവരെ 4 പേരെ 4 ടീമിലാകുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലടാ, അത് മാത്രമല്ല, ഇപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ പിരിക്കാൻ വേണ്ടി ബിഗ് ബോസ് തന്നെ സംവിധാനം ചെയ്യും, അടുത്ത ഡ്രാമ സംവിധാനം ചെയ്ത് നടപ്പിലാക്കുമല്ലോ, അത് സ്വാഭാവികം. പിന്നീട് നടന്നത് ഈ ദിവസം കാത്തിരുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിലേക്കാണ്. വൈൽഡ് കാർഡ് എൻട്രീസ് അല്ലേ, 6 പേര് വന്നു പ്രധാനപ്പെട്ട അല്ലേ. അത് ഒരു കണക്കിന് നന്നായി. ഇപ്പൊ അവിടെ ഉള്ള എന്താ പറയാ ഒരു ക്വാളിറ്റി ഉള്ള കണ്ടസ്റ്റൻസ് ഒന്നും അവിടെ ഇല്ലാത്ത പോലെ തോന്നി. അതെ, അതിൽ 6 പേരാണ്. അതിൽ അഭിഷേക് ജയദീപ്, അതുപോലെ തന്നെ DJ സിബിൻ ബെഞ്ചമിൻ, അതുപോലെ തന്നെ നന്ദന, അതുപോലെ അഭിഷേക്, പൂജ കൃഷ്ണ, അഭിഷേക് ശ്രീകുമാർ, പൂജ കൃഷ്ണൻ, അതുപോലെ തന്നെ സായി കൃഷ്ണ. അതിൽ ഓരോരുത്തരെ പറ്റി നമുക്ക് തോന്നിയ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം. തോന്നിയതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയേണ്ടത്, ഇവർ സ്റ്റേജിൽ വന്ന് സംസാരിച്ചത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാര്യം ബാക്കി നമുക്ക് പുറത്തറിയാവുന്ന ഒരേ ഒരാള് സീക്രട്ട് ഏജന്റ് മാത്രമാണ്. സീക്രട്ട് ഏജന്റ് ഈ കാറിൽ ഇരുന്ന് സംസാരിച്ച് ഈ പറയുന്ന സ്വയം പറയുന്ന തന്നെ അരി മേടിക്കാനാണ് വീഡിയോസ് ചെയ്യുന്നത്. എത്തിക്സ് നോക്കത്തില്ല എന്ന് വെച്ചാല് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, അരി മേടിക്കുക, അത് മാത്രമാണ് എത്തിക്സ് പറയുന്ന ഒരാള് ഈ ഗെയിമിൽ ചെന്നിട്ട് എന്ത് കാണിക്കുമെന്നും അല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും അവിടുത്തെ തന്ത്രങ്ങളെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. സായി കൃഷ്ണയുടെ സീക്രട്ട് ഏജന്റിന്റെ കാര്യം അങ്ങനെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തോന്നുന്നില്ല പുള്ളിയുടെ കാര്യത്തിൽ. എനിക്ക് പൊതുവിൽ തോന്നിയടാ, ഒത്തിരി ഓവർ റേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ സീക്രട്ട് ഏജന്റ് പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 6 മറച്ചു വെക്കുമെന്നൊക്കെയാണ് വ്യാമോഹം മാത്രമാണ്. കാര്യം പുറത്തുനിന്ന് ഒരുപാട് പ്ലാനിങ് ആയിട്ടൊക്കെ അകത്ത് എന്നാൽ ഇതെല്ലാം തകിടം മറിക്കാനാണ് ആൾക്കാർ നിൽക്കുന്നത്. ഇപ്പൊ 1-2 പേരുടെ കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പൊ ജിൻഡോ വൈൽഡ് കാർഡ് വരുന്നതിന് 2 ആഴ്ച മുമ്പേ അവിടെ പറയുന്നുണ്ട്, ഈ നോറയൊക്കെ ഇനി ഭാവിയിൽ വൈൽഡ് കാർഡ് വരുമ്പോൾ പുതപ്പിനടിയിൽ പോയി സംസാരിക്കില്ല, എന്താ ഉറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തെ കാര്യങ്ങൾ അവരാദ്യം അറിയുന്ന മുമ്പ് അവരെയൊക്കെ ലോക്ക് ചെയ്യാനൊക്കെ ജിൻഡോ ശ്രമിക്കുന്നു. അതുപോലെ ഉള്ളിലുള്ളവർക്ക് ജിൻഡോ ഒരു ചലഞ്ച് ആയിരിക്കും എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. അപ്പൊ ഈ സായി കൃഷ്ണ ജിൻഡോയൊക്കെ ഫൈറ്റ് വന്നാലും സായി കിട്ടുന്നേക്കാളും കൂടുതൽ സപ്പോർട്ട് ജിൻഡോ കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം
കുറച്ചും കൂടെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്ന ആളായിട്ട് എനിക്ക് ജിൻഡോയെ തോന്നി. സായി എപ്പോഴും കാറിനകത്തിരുന്നുള്ള പരിപാടി മാത്രമല്ലേ അല്ല ഉള്ളൂ. ഈ പറയുന്ന എനിക്ക് തോന്നുന്ന ഈ ജിൻഡോ എന്ന് പറയുന്നത് നമ്മൾ എവിടെ ഇപ്പൊ വെള്ളം പോലെയാണ്. ഇപ്പൊ ഒരു ഗ്ലാസ്സിലെടുത്താൽ ഗ്ലാസ്സിലേക്ക് മാറും, കപ്പിലെടുത്താൽ കപ്പിലേക്ക് മാറും, കുപ്പിയിലെടുത്താൽ കുപ്പിയിലേക്ക് മാറും, വായിലെടുത്താൽ വായിലേക്ക് മാറും എന്ന് പറഞ്ഞ പോലെ ആ, പുള്ളിക്കാരൻ എവിടെ നിൽക്കും. അതിപ്പം ബിഗ് ബോസിന്റെ അടുത്ത് സാറേ എന്ന് വിളിക്കുന്നതായാലും അവിടെ കോമഡി, ബിഗ് ബോസിന്റെ അടുത്ത് കോമഡി കാണിക്കുക, അത് അത് അത്രയും സീരിയസ് സിറ്റുവേഷന്റെ ഇടയിൽ കോമഡി കാണിക്കുന്നതായാലും കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ ഗബ്രി, നമ്മൾ ഇനി ഒന്നാണ് ലാലേട്ടാ ഗബ്രിയുടെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് പറഞ്ഞേക്കുന്നത്. എന്നുവെച്ചാ അതിനുശേഷം സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഏത് ലെവലിൽ എന്ത് മാറും, എന്ത് കള്ളവും പറയും. അല്ല, അത് തന്നെയാണ് ശരിക്കും ഒരു പ്രത്യേകത. അതെ അതെ പ്രെഡിക്റ്റബിൾ അല്ല. അതെ, അൺപ്രഡിക്റ്റബിൾ അല്ലെ, അൺപ്രഡിക്റ്റബിൾ, പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു വ്യക്തി എന്ന് അല്ല, ഈ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യം കോമഡി ആകുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും. അതാണ് ഇഷ്ടപ്പെടും. അതെ അതെ മലങ്കൾക്കെന്നൊക്കെ പറയുന്ന പോലെ. അതെ, എന്തായാലും നമ്മുടെ ആദ്യ വൈൽഡ് കാർഡ് എൻട്രി നമ്മുടെ അഭിഷേക് ജയദീപ് എന്താണെന്ന് നോക്കാം. പുള്ളിക്കാരൻ ഒരു മിസ്റ്റർ LGBT ആണ്. LGBTQ കമ്മ്യൂണിറ്റി എന്ന് വരുന്ന ഒരു ഗേ ആണ് ആള്. പിന്നെ അതുപോലെ തന്നെ മിസ്റ്റർ ഗേ കേരള ഒരു റണ്ണറപ്പ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു മോഡലാണ്. LGBTQ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ മറ്റൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയാനാണെങ്കിൽ പുള്ളിക്കാരന്റെ വീട്ടില് അമ്മയ്ക്ക് ഈ പറയുന്ന ഗേ ആണെന്ന് അറിയാം, പക്ഷെ അച്ഛൻ അറിയില്ല. അപ്പൊ അച്ഛൻ ഈ പറയുന്ന ഈ ഷോ കണ്ടാണ് ഗേ ആണെന്ന് അറിയാൻ പോകുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോ അതൊരു എങ്ങനെയാണ് നമ്മൾ കണ്ടറിയാം. ആണ്. അതെ അതെ, ഫാമിലിയുടെ സപ്പോർട്ട് ഇനി എങ്ങനെ ആവുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും പൊതുവിൽ കാര്യമില്ല, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ അവർ വരുന്നത്. പിന്നെ പൊതുവിൽ അതെ, പിന്നീട് ബാക്കി കണ്ടസ്റ്റൻസിനെ പറ്റി പൊതുവിൽ പുള്ളിക്കാരൻ പറഞ്ഞ അഭിപ്രായമാണ് സത്യത്തിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാര്യം ഓരോരുത്തരെ പറ്റിയും വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സറിഞ്ഞ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ അതിനിടയ്ക്ക് തന്നെ ഒരു ചെറിയൊരു ഗെയിമിംഗ് സെക്ഷൻ എല്ലാവർക്കും വെക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തോന്നുന്നത് അപ്സരേനെയാണെന്നാണ് ഈ പറയുന്ന അഭിഷേക് ജയദേവ് പറയുന്നത്. പുള്ളിക്കാരി ഭയങ്കര സ്ട്രോങ് ആണ് എന്ന രീതിക്കാണ് പറയുന്നത്. പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഗബ്രീനെയാണ് പറയുന്നത്. ഗബ്രീനെ പറയുന്ന സ്ഥിരമായിട്ടുള്ള സംഭവം, ജാസ്മിന്റെ പിന്നിൽ കിടന്നാണ് ഒരു കളിക്കുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഗബ്രി പറയാൻ ശ്രമിക്കുന്നുണ്ട്. സെയിം അതുപോലെ തന്നെയാണ് ജാൻമണിയുടേതും ഭീഷണി, ശാപം, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജിൻഡോയാണ് പുള്ളിക്കാരൻ. അതെ 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 അതെ, ജെൻഡർ കാർഡിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ജെൻഡർ കാർഡ് ജാൻമണി ഇറക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുറത്താക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആരെയൊക്കെയാണ് പുറത്താക്കാൻ സാധ്യത ഉള്ളത് എന്നതിന് അഭിഷേക് ജയദീവ് പറയുന്നതെന്ന് വെച്ചാൽ ശ്രീധുവിനെയാണ്. പുള്ളിക്കാരി ആക്റ്റീവ് അല്ല എന്നൊരു രീതിക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ റസ്മിൻ ബായിനെയും പുറത്താക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരി പലപ്പോഴും ലേഡി ബോസ് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഈ ഒരു സ്വഭാവം അവസാനിപ്പിക്കൽ എന്നൊരു ടാഗ് ലൈൻ കൊടുക്കുകയാണെങ്കിൽ ആരെയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നതിൽ ഋഷി, അൻസിബ. അത് കാര്യം എന്ന് വെച്ചാൽ ഋഷി ഇപ്പോ അൻസിബയുടെ പുറകിൽ നിന്നാണ് കളിക്കുന്നത് എന്ന് വെച്ചാൽ അൻസിബ പറയുന്നത് മാത്രമാണ് കേൾക്കുന്നത് എന്നൊരു രീതി പറയുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അൻസിബ കട്ടിലിരുന്നാണ് കളികൾ മൊത്തം നിയന്ത്രിക്കുന്നത്. ഒരു രാജതന്ത്രം എന്നൊക്കെ പറയുന്ന പോലെ പണ്ടത്തെ ഈ പറയുന്ന ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ബാക്കിയുള്ളവരെ നിയന്ത്രിച്ച് മുന്നോട്ട് വെട്ടി വീഴ്ത്തി പോവുക എന്ന് പറഞ്ഞ പോലെ ഒരു രാജതന്ത്രത്തിലൂടെയാണ് അൻസിബ കളി നയിക്കുന്നത് എന്ന് പറയാൻ ഉള്ള രീതിയിൽ പുള്ളിക്കാരൻ ചിന്തിച്ചു, അല്ലെങ്കിൽ കളിയെ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ ഒരു കാര്യം ആടിയുള്ളത് പ്രേക്ഷകരെല്ലാരും നേരത്തെ തന്നെ മനസ്സിലാക്കിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെ അതെ, അല്ലടാ അവിടെ വന്നു പറയും കൂടെ വേണമല്ലോ. അല്ല, അതിനുവേണ്ടിയാണല്ലോ വൈൽഡ് കാർഡിനെ കൊണ്ടുവരുന്നത്. അത് വലിയൊരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് അകത്ത് പോയിട്ട് ഇതിനെ എങ്ങനെ പുള്ളി ടാർഗറ്റ് ചെയ്യുന്നു, എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അതെ, എങ്ങനെ ഇവിടെ നിന്ന് എന്ത് പ്ലാനിങ്ങോട് പോയിട്ടും കാര്യമില്ലല്ലോ. അവിടെ ചെല്ലുന്നത് വേറൊരു ലോകത്തേക്കാണല്ലോ. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഉള്ളിൽ ചെന്ന ശേഷം ചിലപ്പോ ഇവര് അൻസിബയുടെ കൂടെ കൂടി അവര് സംസാരിക്കുന്ന ചിലപ്പോൾ അവിടെ ഇരുന്ന് കട്ടിലമ്മയുടെ കൂടെ ആയിരിക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആള് പറയുന്നതെല്ലാം ഓക്കെയാണ്, പക്ഷെ അകത്ത് ചെന്ന് പെർഫോം ചെയ്യുമ്പോഴേ നമുക്ക് ഇത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അതെ, പിന്നീട് രണ്ടാമത് വന്നത് DJ സിബിൻ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. പുള്ളീനെ പറ്റി പറയാനാണെങ്കിൽ ഒരു DJ ആണ്. അതുപോലെ തന്നെ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഇഷ്ടമുള്ള ആളായിട്ട് പറയുന്ന അപ്സരയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് എന്നൊരു രീതിക്കാണ് പറയുന്നത്. പിന്നീട് ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജാസ്മിനെയും പിന്നെ അതുപോലെ തന്നെ അൻസിബ ഋഷി. അൻസിബ ഋഷീനെ അറിയാലോ, കട്ടിൽ
സ്റ്റാർസ് ആണ് അവർ രണ്ടുപേരും. പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ ഗബ്രി ടീം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇതൊന്നുമില്ല എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പിന്നിലാണ് അവർ കളിക്കുന്നത്. ഒരാളുണ്ടെങ്കിലേ മറ്റൊരാൾ കളിക്കൂ എന്നൊരു രീതി ഉള്ളത് കൊണ്ട് ഈ പറയുന്ന ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ജാസ്മിനെയും ഗബ്രിയെയും അൻസിബയെയും ഋഷിയെയും എടുക്കുമെന്നാണ് പുള്ളി പറയുന്നത്, DJ സിബിൻ പറയുന്നത്. പിന്നീട് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അൻസിബേനെയാണ്, പിന്നെ അതുപോലെ തന്നെ ജാസ്മിനെ. പിന്നെ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, പുള്ളി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ജാസ്മിൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഗബ്രി വീഴും, ഗബ്രി തളർന്നു വീഴും എന്ന് വെച്ചാൽ കളിക്കാൻ പറ്റാത്ത രീതിയിൽ തളർന്നു പോവും. പിന്നെ പക്ഷേ ഗബ്രി പുറത്തു പോയി കഴിഞ്ഞാൽ ജാസ്മിൻ നന്നായിട്ട് കളിക്കും എന്നൊരു രീതിക്ക് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ ചർച്ചയിൽ അത് പറഞ്ഞിട്ടുണ്ട്, എന്നോ ഏതോ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ കണ്ടല്ലോ ഗബ്രി പോയപ്പോഴും ജാസ്മിൻ കൂളായിട്ട് നിൽക്കുകയാണല്ലോ. വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത്. അത് ശരിയാണ്. ഞാൻ ഇന്നലത്തെ എപ്പിസോഡിലെ കാര്യം ഞാൻ വിട്ടുപോയി കേട്ടാ. മറ്റേ ദേക്ക തുയെ ജാന ആസനം ആ പാട്ടൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നത്. പിന്നീട് വന്നത് മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് ആണ് നന്ദന എന്ന് പറയുന്ന വളരെ നാട്ടുംപുറത്തുകാരിയായിട്ടുള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. പുള്ളിക്കാരിയുടെ റീലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ. റീൽസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ പുള്ളിക്കാരി പറയുന്നൊരു ഡയലോഗ് എന്ന് വെച്ചാൽ ചൊറിയാൻ വന്ന മാന്തും. പിന്നെ അതുപോലെ തന്നെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സ്വഭാവം പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. പിന്നെ ഹൈജീൻ ഒട്ടും താല്പര്യപ്പെടാത്തവര് എന്ന് വെച്ചാൽ ഹൈജീൻ ഇല്ലാത്തവരെ ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആരെയാണ് പറയുന്നത്, ജാസ്മിൻ ഉള്ള ഒരു കൊട്ടാണ്. പിന്നെ അതുപോലെ തന്നെ എരുതിയിൽ എണ്ണ എനിക്ക് തോന്നിയത് അൻസിബ ആവാൻ സാധ്യത ഉണ്ടല്ലേ. അതെ. പിന്നീട് പുള്ളിക്കാരി പറയുന്നുണ്ട് ഇത് ഈസി ഗെയിം ആണെന്ന്, വളരെ ഈസി ഗെയിം ആണെന്ന് ലാലേട്ടനോട് പറയുന്നുണ്ട്. അപ്പോ തിരിച്ച് വരുമ്പോ കാണാമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടാ. സംഭവം എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ഉടനെ മടങ്ങി വരും എന്ന രീതിക്കാണ് ലാലേട്ടൻ പറഞ്ഞത്. പക്ഷെ പുള്ളിക്കാരി ഉദ്ദേശിച്ചത് അതേ ലാലേട്ടൻ ഞാൻ കപ്പുമായിട്ട് തന്നെ തിരിച്ചു വരുമെന്ന്, എന്ന് വെച്ചാൽ കപ്പും കൊണ്ടേ പോവുള്ളെന്നൊരു രീതിക്കാണ് പുള്ളി പറയുന്നത്. ലാലേട്ടൻ ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ടാണ് അതെ. പിന്നീട് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പൊതുവെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. കാര്യം ജാസ്മിനെ വീഴ്ത്താൻ വേണ്ടി ഇങ്ങനെ ഒരു വളവള സംസാരിക്കുന്ന ഒരു കുട്ടിയാണോ കൊണ്ടുവന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാര്യം പുള്ളിക്കാരി വളരെ ലൈറ്റായിട്ടാ കാര്യം ലാലേട്ടന്റെ കൈ പിടിച്ച് പൊക്കുന്നു, ലാലേട്ടനുമായിട്ട് ഭയങ്കര എന്ന് വെച്ചാൽ പൊളൈറ്റ് ആയിട്ടല്ല സംസാരിക്കുന്നത് പൊതുവെ ലാലേട്ടനോട് പോലും. പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ലാലേട്ടൻ്റെ അടുത്ത് മുന്നിൽ ചെന്നാലും നമ്മൾ ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നന്ദന ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്. പിന്നീട് അതിനുശേഷം ഇഷ്ടമുള്ള ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അപ്സര എന്നാണ് പറയുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണെന്ന് ചോദിക്കുമ്പോൾ അൻസിബേനെയാണ്. ഋഷിക്ക് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അൻസിബയാണ്. അതുകൊണ്ട് തന്നെ അൻസിബേനെ ടാർഗറ്റ് ചെയ്യാൻ ആണ് ശ്രമിക്കാൻ പോകുന്നത് എന്ന രീതിക്കാണ് പറയുന്നത്. പിന്നെ ജാസ്മിനെയാണ് മറ്റൊരു ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിക്ക് പറയുന്നത്. അതും അത് വേറൊരു കാര്യമുണ്ടാ സംഭവം. പുള്ളിക്കാരി ഇതുവരെ ആരും പറയാത്തൊരു കാര്യമാണ്. ജാസ്മിനെ ടാർഗറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ കാണണോ, നിനക്ക് കാണണോടാ എന്നൊരു രീതിക്ക് ദ്വയാർത്ഥപരമായിട്ട് സംസാരിച്ചത് ആ ഒരു സംഭവം ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിച്ചത് ലാലേട്ടന്റെ മുന്നിൽ തുറന്നു പറയാൻ കാണിച്ച ധൈര്യം അത് കൈയടിച്ചേ പറ്റുള്ളൂ. അത് പിന്നെ അതെ പിന്നെ അത് തീർച്ചയായും അത് തന്നെ. അതെ. പിന്നെ ഗബ്രീനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതും ഈ പറയുന്ന ഗബ്രി കഴിഞ്ഞ ദിവസങ്ങളിൽ കാണണോ, ഞാൻ കാണിക്കട്ടെ എന്നൊക്കെ രീതിയിൽ ഒരു ഇതിൽ സംസാരിക്കുന്നുണ്ട്. അതും ജാസ്മിനാണ് കാണണമെന്ന് ചോദിക്കുന്നത്, അപ്പൊ കാണണം എന്ന് ഗബ്രി പറയുന്നുണ്ട്. അതെ. ഇതൊന്നും പുള്ളിക്കാരിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇവരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്താണ് സാധ്യത ഉണ്ടല്ലേ. പിന്നെ അടുത്ത് വന്നത് നമ്മുടെ അഭിഷേക് ശ്രീകുമാറാണല്ലേ. അതെ. പിന്നീട് വേറൊരു കാര്യം ഉണ്ടോ, നന്ദന ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ അപ്പോഴും ലാലേട്ടൻ ശരിക്കും ചൂളി പോകുന്നുണ്ട്. കൊലപ്പഴുമേ ഭയങ്കര നാണാവുന്നുണ്ട് ലാലേട്ടൻ തന്നെ. എവളിങ്ങനെ നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടേ, നല്ല രീതിയിൽ മീൻസ് കാണണമെന്നൊക്കെ പറഞ്ഞ ഡബിൾ മീനിങ് ഡയലോഗ് ഇങ്ങനെ ഫ്ലോയിൽ അങ്ങ് പറയല്ലേ. ലാലേട്ടൻ തന്നെ ചിന്തിച്ചാണ് ഇതൊന്നും പറയത്തില്ലെന്നായിരിക്കും വിചാരിച്ചിരുന്നത്. അത് മാത്രം അപ്പോഴല്ല ഈ ലാലേട്ടൻ നാണാവുന്നതേ. ലാലേട്ടൻ ഈ പറയുന്ന സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന സമയത്തും പുള്ളിക്കാരി ഇങ്ങനെ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ ഉയർത്തി ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ലാലേട്ടൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നാണം ആവുമല്ലോ, ആ ഒരു രീതിയിലാവുന്നുണ്ട്. പിന്നീട് നാലാമത് വന്നതെന്ന് വെച്ചാൽ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ കുറച്ച് സംഭാഷണത്തിൽ തന്നെ ഫാൻ ആയി പോയി കേട്ടോ. ആണോ? ഓക്കെ. എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല കേട്ടോ. ഭയങ്കര എന്താ പറയാ
കാര്യങ്ങൾ ഭയങ്കര ക്ലാരിറ്റി ഉള്ള പോലെ തോന്നി സംസാരിക്കുന്നതിൽ. ഓക്കേടാ, ഓക്കെ ഓക്കെ മാത്രമല്ല ഒരു അജണ്ട വെച്ച് വന്ന ആളല്ലാത്ത ആൾ പോലെ എനിക്ക് തോന്നി. ഓക്കെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കൃത്യമായിട്ട്, ഒരു അജണ്ട സെറ്റ് ചെയ്ത് വരാത്ത പോലെ തോന്നി. ഓക്കേടാ, ഓക്കെ ഓക്കെ മനസ്സിലായി. അപ്പോ പുള്ളിക്കാരനോട് ചോദിക്കും, പുള്ളിക്കാരനൊരു ആക്ടറാണ്. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ, അതായത് പുറത്തുനിന്ന് ഞാൻ പ്ലാൻ ചെയ്തല്ല വന്നതെന്ന് പുള്ളി പറയുന്നുണ്ട്. അതായത് അതെ ഞാൻ നേരത്തെ പ്ലാനിങ്ങോടുകൂടി അല്ല വന്നത്, ഒറിജിനലായിട്ട് നിൽക്കാന്ന് വിചാരിച്ചിട്ട് കൂടുതൽ പ്ലാനിങ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഓക്കേടാ, ഓക്കെ ഓക്കെ. എനിക്ക് ഈ പറയുന്ന നമ്മുടെ അഭിഷേക് ആരാണ് ആദ്യം വന്ന അഭിഷേക് ഉണ്ടല്ലോടാ, ജയദീപ് ജയദീപ് അഭിഷേക് ജയദീപിനെയാണ് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ കൃത്യമായിട്ട് എന്താണ് അനാലിസിസ് ചെയ്തിട്ടാണ് വന്നത്. ആ ഒരു രീതിക്കാണ് കേട്ടാ ഞാൻ. അല്ല, അത് നമ്മളൊരു ഷോയിലേക്ക് വരുമ്പോ എന്തായാലും അനലൈസ് ചെയ്യണമല്ലോ സ്വാഭാവികമായിട്ടും. അതെ, കൃത്യമായിട്ട് അത് ക്രെഡിറ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളി അതെങ്ങനെ അതിനനുസരിച്ച് ഇവിടെ ഗെയിം കളിക്കുന്നു എന്നുള്ളതനുസരിച്ച്. ഇപ്പൊ അഭിഷേക് ശ്രീകുമാറിന്റെ ആയാൽ പോലും വന്ന ദിവസത്തെ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി അങ്ങോട്ടുള്ള എന്താണ് കാര്യം, ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല ആൾക്കാരുടെ ലൈഫ് സ്റ്റോറി കേട്ടിട്ടുണ്ട്. അതെ ലൈഫ് സ്റ്റോറി കേട്ട സമയത്ത് നമുക്ക് അവരോട് ഭയങ്കര ഒരു സ്നേഹവും അതെ സഹതാപവും ഒക്കെ തോന്നി. ഇപ്പൊ അതെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇപ്പൊ ശരിയാണ് നമ്മൾ ശരിയാണ് ജിൻഡോയുടെ കാര്യം ചിന്തിക്കുന്നുണ്ടോ? ശരിയാണ്. ജിൻഡോ എന്തെല്ലാം കഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആള് എന്നിട്ട് വീണ്ടും ജിൻഡോ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതെ ഇല്ലല്ലോ. അതെ അതെ ജാൻമണിയുടെ ഒക്കെ എന്തൊക്കെയോ കഥകൾ, ഒരു കഷ്ടപ്പെട്ട കഥകൾ പറഞ്ഞു. അതെ അതെ ശ്രീരേഖയുടെ കഥകൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പക്ഷേ ഗെയിം മുന്നിലേക്ക് പോകും തോറും നമ്മൾ ആദ്യം വന്നതും പറഞ്ഞതും ഒന്നും ഒരു കാര്യമില്ലാത്ത തരം എനിക്ക് തോന്നി. അതുകൊണ്ട് അഭിഷേക് ജയദീപായാലും ശ്രീകുമാരായാലും ഈ വന്ന ബാക്കി 4 പേരായാലും അവരിനി അങ്ങോട്ട് എന്ത് കാണിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ട് നമ്മളെ അഭിപ്രായം മാറിക്കൊണ്ടേയിരിക്കും. അതെ. അഭിഷേക് പറഞ്ഞ ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയ്ക്ക് നോറേനാണ് പറഞ്ഞ. പക്ഷേ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. പക്ഷെ പുള്ളിക്കാരി പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞതിന് ശേഷം കരയും. അതൊരു വിക്ടിം കാർഡ് വിക്ടിം കാർഡ് ഇറക്കുകയും ചെയ്യും. ഇറക്കുകയും ചെയ്യും. പക്ഷേ പുള്ളിക്കാരിനെയാണ് ഇഷ്ടം എന്ന രീതിക്കാണ് പറഞ്ഞത്. പിന്നെ ടാർഗറ്റ് ചെയ്യുന്ന ജാൻമണിയാണ്. പിന്നെ ജെൻഡർ കാർഡ് ഇറക്കും, ശാപവാക്കുകൾ പറയുന്നതൊക്കെ കൊണ്ട്. പിന്നെ ഋഷിയെയും അതുപോലെ തന്നെ ഗബ്രിയെയും പുള്ളിക്കാരൻ വലിയ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ടാർഗറ്റ് അതെ, ഋഷി പറയാൻ കാര്യം വെച്ചാൽ ഇവിടുത്തെ നല്ലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് യൂസ് ചെയ്യുന്നത്. ഒരുമാതിരി സൈഡിൽ ഇരുന്ന് വാഴ കളിക്കുന്ന പോലെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതെ. പിന്നീട് വന്നത് 5ാമത്തെ കണ്ടസ്റ്റന്റ് ആണ്, പുതിയ കണ്ടസ്റ്റന്റ് ആണ്, പൂജ കൃഷ്ണൻ. പുള്ളിക്കാരി ആങ്കർ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്ന ഒരു ആങ്കർ ആണ്. ക്യൂട്ട്നെസ് ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതെ, വാരി വിതറുക അല്ലെ. ഇന്റർവ്യൂ ക്യൂട്ട്നെസ്സോടുകൂടി ഇന്റർവ്യൂ ചെയ്യാൻ സമീപിക്കുക. അല്ല, അത് ലാലേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, ലാലേട്ട എന്തുകൊണ്ടാണ് ഞാൻ എല്ലാരും ഇന്റർവ്യൂ ലാലേട്ടനെ മാത്രം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെന്താ ലാലേട്ട? അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത് എന്താ വരാത്തെ എന്ന് ചോദിക്കുന്നത്. അതെ അതെ. പിന്നെ ഇഷ്ടമുള്ള ആളെ പറ്റി പറയുന്നത് ഋഷീനെയാണ്. അതോടുകൂടി കഥ മനസ്സിലായി. അതോടുകൂടി അവരുടെ നിലവാരം എന്താന്ന് മനസ്സിലായി. സേഫ് ഗെയിമിനാണ് വരുന്നതെന്നുള്ള കാര്യം മനസ്സിലായി. അതെ. അപ്പോ ഇനി കണ്ടറിയാം ഋഷിയുമായിട്ട് ഇനി എന്ത് തരത്തിലുള്ള സൗഹൃദത്തിനാണ് എന്താണ്. നാളെയാണ് കയറുന്നതെന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡ് മുതൽ ഇവരുടെ കലാവിരുതുകൾ കാണാൻ പറ്റും. നാളെ നോമിനേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇവര് വന്ന ആഴ്ച തന്നെ പോകുമെന്നൊക്കെ തന്നെയാണ് നാളെ നോമിനേഷൻ കഴിഞ്ഞ ശേഷം അടുത്ത ആഴ്ച അറിയാം. അതെ. പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോ, ജാൻമണി, ഗബ്രി. അത് എല്ലാം ഈ പറയുന്ന ജിൻഡോ കുറെ കള്ളം പറയുന്നുണ്ട്, ജാൻമണി മോശം സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്, ഗബ്രിയും ഈ പറയുന്ന പോലെ ജാസ്മിനുമായിട്ട് പാവാട കളിക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന പൂജ കൃഷ്ണനും പറയുന്നത്. പിന്നീട് വരുന്ന 6ാമത്തെ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് സായി കൃഷ്ണയാണ്, നമ്മുടെ സീക്രട്ട് ഏജന്റ്. നമ്മുടെ ഒന്നും അല്ല, തുടക്കത്തില് പുള്ളിയെ പറ്റി സംസാരിച്ച ആൾറെഡി. അതെ. ആള് എന്താ പറയാ, ഒരു ഭയങ്കര കലിപ്പൻ ലുക്കിലൊക്കെ വന്നിരിക്കുന്നത്. സാധാരണ നോർമൽ ലുക്കിലാണ് പുറത്തൊക്കെ ഉള്ളത്. ഇതെന്തോ ഒരു കണ്ട പേടിയാവുന്ന ലുക്കിലും ഭയങ്കര ഗൗരവത്തിലൊക്കെയാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ചിരിക്കുന്നൊക്കെ ഉണ്ട്, സായി മാത്രം ചിരിക്കുന്നില്ല. സീക്രട്ട് ഏജന്റ് ശരിക്കും റോ ഏജന്റിനെയൊക്കെ പോലെ വേറൊരാളായിട്ടാണ് അവിടെ ചെന്നിരിക്കുന്നത്. അതെ. അതിൽ ഇഷ്ടമുള്ള ആളെന്ന് പറഞ്ഞേക്കുന്നത് ഗബ്രീനെയാണ്. ഗബ്രീനെ എന്ന് പറഞ്ഞപ്പോ ആയിട്ട് തോന്നി. ഓക്കെ, സർപ്രൈസ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന്, എടാ എനിക്ക് ഗബ്രീനെ എന്തുകൊണ്ട് പുള്ളിക്കാരൻ ചൂസ് ചെയ്തു എന്ന് എനിക്ക് റീസൺ കൺവിൻസിംഗ് ആണ്. അല്ല, ഞാൻ പറഞ്ഞത് പുള്ളി പറയുമെന്ന് വിചാരിച്ചില്ല. അതെ, ഗുഡ് ഗെയിമർ ആണ് വെച്ചാൽ പുള്ളിക്കാരൻ ഇപ്പൊ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയാലും മെന്റൽ ആക്ടിവിറ്റി ആയാലും ബാക്കി എന്ത് ആക്ടിവിറ്റി ആയാലും എന്ത് പരിപാടി ആയാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായാലും മുന്നിൽ കാണും. ഇരിക്കാനായാലും ജയിലിൽ കിടക്കാനായാലും ജാസ്മിനെ കടിക്കാനായാലും ഒക്കെ നല്ല ഒരു ഗെയിമറാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനിടയെ കൂടെ അല്ലേ. അതെ, ആ കാര്യം എന്താ പറയാത്ത, ബാക്കിയെല്ലാം പറഞ്ഞല്ലോ. അതെ അതെ, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, മസാജ് ചെയ്യാനും കടിക്കാനും ഒക്കെ. പിന്നീട് ടാർഗറ്റ് ചെയ്യുന്നത് ഗബ്രി, അപ്സര, റസ്മിൻ. കാര്യം ഗബ്രീനെ തന്നെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ഉള്ള ചോദ്യത്തിന് പുള്ളി മറുപടി പറഞ്ഞെന്ന് വെച്ചാൽ ബെസ്റ്റ് ഗെയിമറാണ്, നല്ലൊരു പ്ലെയർ ആണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരനെ ടാർഗറ്റ് ചെയ്തേ പറ്റൂ. പിന്നെ അപ്സര സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ കളിക്കാൻ പറ്റാത്തവർ എന്ന് ഉദ്ദേശിക്കുന്നത്
ജാസ്മിൻ ഗബ്രി കോംബോ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് മുന്നോട്ട് കളിക്കാൻ പറ്റുന്നില്ല എന്നൊരു രീതിക്കാണ് സായി കൃഷ്ണ പറഞ്ഞു പോകുന്നത്. അപ്പം ഏകദേശം അതോടുകൂടി എന്താണ് വൈൽഡ് കാർഡ് എൻട്രീസിനെ പക്ഷെ നാളെ മുതൽ എനിക്ക് കുറച്ച് പ്രതീക്ഷകൾ നാളെ മുതൽ ഒന്ന് കളറാവാൻ സാധ്യതയുണ്ട്. കാര്യം ഇപ്പൊ ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ലൂപ്പായി വന്നോണ്ടിരിക്കുക കുറെ ദിവസമായിട്ട്. അതെ ഈ ജാൻമണി, ജിൻഡോ, ജാസ്മിൻ, ഗബ്രി ഈ ഒരു 4 പേരിൽ ഇങ്ങനെ കറങ്ങി കളിക്കുക കുറെ ദിവസം. ആ ലൂപ്പ് ഒന്ന് മാറാനും ഒന്ന് കളറാവാനും സാധ്യത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പൂജാ കൃഷ്ണൻ വലിയ പ്രതീക്ഷയില്ല. പക്ഷെ ഈ അഭിഷേകുമാര് തമ്മിലും സായി മറ്റുള്ളവരൊക്കെ ആയിട്ട് ഒരു ഫൈറ്റ് നടക്കാനോ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി നടക്കാനോ സാധ്യതയുണ്ടെന്നൊരു പ്രതീക്ഷയുണ്ട്. അതെ അതെ അതെ. പിന്നെന്താണ്, അടുത്ത ദിവസമാണ് തിങ്കളാഴ്ച മുതലാണ് അവരെ കയറ്റി വിടുന്നതെന്നാണ് പറയുന്നല്ലേ ലാലേട്ടൻ? അതെ, നാളത്തെ എപ്പിസോഡിൽ കാണാം. മാത്രമല്ല ലൈവില് മിക്കവാറും ഇന്ന് രാത്രി തന്നെ കയറുമെന്നും അറിയില്ല. അതെ അതെ. പിന്നീട് നടക്കുന്ന കാര്യം എന്ന് വെച്ചാല് മൈക്ക് ഊരി വെച്ച് സംസാരിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ആരെയാടാ പറയുന്ന, ജാസ്മിൻ ആണോ? അതെ ജാസ്മിനാണ് ശരിക്കും. പക്ഷെ ലാലേട്ടൻ പേര് പറയുന്നില്ല. ജിൻഡോ എന്തൊക്കെയോ പറയുന്നു, അവരൊന്നും മനസ്സിലായില്ല. ജിൻഡോ പറയുന്നുണ്ട് ഇതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ലാലേട്ടൻ. അപ്പൊ അതാണ് ശരി എന്നൊക്കെ ലാലേട്ടൻ പറയുന്നത്. എന്താ ലാലേട്ടൻ സമ്മതിച്ചു കൊടുക്കുന്നത്, പക്ഷെ ജിൻഡോ എന്താ പറഞ്ഞത് നമുക്ക് ആർക്കും മനസ്സിലായില്ല. അതെ അതൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല ലാലേട്ടൻ എന്നാണ് പറഞ്ഞത്. അപ്പം ജാസ്മിനെ അല്ലേ പുള്ളി ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. അതെ. അപ്പോ ഏകദേശം അതോടുകൂടി ദിവസത്തെ സംഭവങ്ങളെല്ലാം പക്ഷെ അവസാനിക്കുന്നത് നമ്മുടെ 28ാമത്തെ ദിവസത്തിന്റെ കാര്യങ്ങളെല്ലാം അവസാനിക്കുന്നത് ജിൻഡോ ലാലേട്ടന് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നതോടുകൂടിയാണ് അവസാനിക്കുന്നത്. അതും കൂടെ പറയാതെ പോയാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് പുറത്താക്കാത്തതിനുള്ള ഒരു പക്ഷെ നന്ദി പ്രകടനമായിരിക്കും. ഉമ്മയിലൂടെ സൂര്യ നമസ്കാരത്തിന് ശേഷം ഒരു ഫ്ലൈയിങ് കിസ് കൂടെ കൊടുത്തു. അപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോ നാളെ കാണുമ്പോഴേക്കും ബൈ 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 ബൈ.